അവൾ അയാന പാർട്ട് 16. ഞാൻ അഭിമന്യുവാണ്. അത് കേട്ടതും അയാനയുടെ ഉള്ളിലൂടെ ഒരു ആളൽ കടന്നുപോയിരുന്നു. ഹൃദയം വേഗതയിൽ മിടുക്കാൻ തുടങ്ങി. അവളുടെ ഹൃദയം നിലച്ചു പോലെ തോന്നിയവൾക്ക്, അയാന, എനിക്ക് നിന്നോട് ഒന്ന് സംസാരിക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ നീ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അഭി. അത് കേട്ടതും അവളിൽ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അവൻ അന്ന് പറഞ്ഞു പോയ വാക്കുകൾ ഇപ്പോൾ പണിയില്ലാത്ത ടെൻഷനും എല്ലാം കൂടെ അവളെ ദേഷ്യം ഇരട്ടിച്ചു. എന്താടാ നിനക്കിനി വേണ്ടത്? അമ്മക്കും മോനും തെരുവിൽ വളർന്ന എന്നെ ഇട്ട് കളിയാക്കാൻ വേണോ? നിനക്കൊക്കെ പണമുണ്ടെന്ന അഹങ്കാരമല്ലേ? നിനക്കും ജീവിതം എന്താണെന്നോ ഒരു മനുഷ്യന്റെ ഇമോഷണൽ എന്താണെന്നോ ഒന്നും അറിയില്ല. എന്നാലോ മറ്റുള്ളവരെ ദ്രോഹിക്കാനും വേദനിക്കാനും അറിയും. നിന്നെ ഈ ജന്മം ഞാൻ കാണരുത് വിചാരിച്ചു. അറിയാതെ നിന്റെ കമ്പനിയിൽ തന്നെ പോയി ചാടി. ഇപ്പോ അവിടുന്ന് അപമാനിച്ചിറക്കുന്നതിന് മുമ്പ് ഞാൻ സ്വയം ഇറങ്ങി വന്നു. അന്ന് നീ എന്നെ അപമാനിച്ചു വിട്ട പോലെ ഇനി ആരുടെയും മുമ്പിൽ ഈ അയാന തലകുനിക്കില്ല. അവളുടെ ദേഷ്യമെല്ലാം അവളുടെ വാക്കുകളിൽ തെളിഞ്ഞു നിന്നിരുന്നു. അയാന, എനിക്ക് മിണ്ടരുത്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നിനക്ക് എന്താ ഇനി വേണ്ടത്? നിന്നെ സ്നേഹിച്ചിരുന്ന അയാന അന്നേ മരിച്ചു. ഇത് എന്റെ പുനർജന്മമാണ്. ഇനി എന്നെ തേടി എന്റെ ജീവിതത്തിലേക്ക് വേദനകൾ നിറക്കാൻ നീ വരരുത്. അയാന ഒരു ഇടർച്ച പോലും ഇല്ലാതെ ദേഷ്യത്തോടെ ഒരേ സ്വരത്തിൽ പറഞ്ഞു നിർത്തിയതും അപ്പുറത്തു നിന്നും ശബ്ദമൊന്നുമില്ലായിരുന്നു. അവൾ ദേഷ്യത്തോടെ ഫോൺ ഓഫ് ചെയ്തു. അവൾ ദേഷ്യത്തന്നെ അങ്ങനെ നിന്നു. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ നോക്കിയാലോ. അപ്പോൾ അടുത്തത് എല്ലാം കൂടെ എൻ്റെ മണ്ടക്കാണല്ലോ. അതും പറഞ്ഞുകൊണ്ട് തലക്ക് ഒരു കൈവച്ച് ആ തിണ്ണയിലിരുന്നു. അപ്പോഴാണ് ആരോ കോളിംഗ് ബെല്ലടിക്കുന്നത്. അത് കേട്ട് അയാന അകത്തേക്ക് കയറുമ്പോൾ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് അമ്മയും ഉണർന്നിരുന്നു. അമ്മ പോയി വാതിൽ തുറന്നു. പുറത്ത് വേണു അച്ഛനും മായയും മായയുടെ അമ്മ സാരദയും ഉണ്ടായിരുന്നു. ആഹാ, ഇതാരൊക്കെയാ? വാ, അകത്തേക്ക് കയറ്. അമ്മ അവരെയെല്ലാം അകത്തേക്ക് വിളിച്ചു. എല്ലാവരും പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെ നല്ലത്, അങ്ങനെ പോകുന്നു. മായയുടെ അമ്മ. ആ മോളെ, അപ്പു എവിടെ? വേണു അച്ഛൻ. അവൻ സ്കൂളിൽ പോയതാ കൂട്ടുകാരെ എല്ലാം കാണാൻ. അയാന. 5 A+ വാങ്ങിയെന്നറിഞ്ഞപ്പോൾ ഒരു കേക്ക് വാങ്ങി ഇങ്ങ് വന്നപ്പോൾ അവനുമില്ലേ? മായ. അയ്യോ, അതൊന്നും വേണ്ടായിരുന്നു അമ്മ. ഇവർ എനിക്ക് എൻ്റെ മക്കളെ പോലെയാ. പിന്നെ മോളെ, ഓഫീസിലെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു മോളെ. മോൾ വിഷമിക്കണ്ട. മോള് ട്യൂഷൻ എടുക്കാൻ വാ. അവിടെ മോൾ പോയത് മുതൽ കുട്ടികൾക്കെല്ലാം പരാതിയാ. മോൾക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വരാലോ. വേണു. അത് കേട്ടതും അത്രയും നേരം ഉണ്ടായിരുന്ന ആദ്യം പോയി മറഞ്ഞ പോലെ തോന്നി. അവൾ ഒരു ഞെട്ടലോടെ തന്നെ അവരെ നോക്കി. എങ്ങനെ വേണു വച്ച ഞാൻ നന്ദി പറയുക? ഞാൻ എല്ലാം കൈവിട്ടു പോയി എന്ന് വിചാരിച്ചു നിൽക്കുന്നിടത്തെല്ലാം എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ അയാന. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ എല്ലാം നിറഞ്ഞിരുന്നു. ഏയ്, എന്താ മോളെ ഇത്? എനിക്ക് നീയും മായയും ഒരേപോലെയാ മോളെ. വേണു അവളുടെ അടുത്തു വന്നു ഒന്ന് തലയോടിക്കൊണ്ട് പറഞ്ഞു. അയാന സങ്കടത്തോടെയും സന്തോഷത്തോടെയും നിന്നു. അപ്പോഴേക്കും വേണുവിൻ്റെ ഫോൺ അടിച്ചു. അദ്ദേഹം പുറത്തേക്കിറങ്ങി. അയാന, വാ, നമുക്ക് ഒന്നാ പുയ വരെ ഒന്ന് പോകാം. എത്ര നാളായി അതിലൂടെ എല്ലാം പോയിട്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോയാ പോയതാ എന്ന് തോന്നുന്നു. മായ. അയാനയുടെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ മായ പറഞ്ഞു. മക്കൾ എന്നാ പോയിട്ട് വായോ. മായയുടെ അമ്മ. അമ്മമാർ അവിടെ സംസാരിച്ചിരുന്നു. ഇന്നെൻ്റെ വലിയൊരു ഭാരം ഇറക്കി വെച്ചപ്പോൾ തോന്നി എനിക്ക്. അയാന സന്തോഷത്തോടെ അവൾ മായയോടായി പറഞ്ഞു. പുറത്തേക്കിറങ്ങുമ്പോൾ പറഞ്ഞു. അതിന് മായ അവളുടെ തോളിലൂടെ കൈയിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. മായയും അയാനയും പുറകിലൂടെ മുറ്റത്തേക്കിറങ്ങി. അവർ പതിയെ പുയ ലക്ഷ്യം വെച്ച് നടന്നു. നടക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരും ചുറ്റും കണ്ട് ആ പഴയ കാലം ആലോചിക്കുന്നുണ്ട്. ശരിക്കും എന്നും ആ ചെറിയ കുട്ടിയായിരുന്നാൽ മതിയായിരുന്നു അല്ലേ? ടെൻഷനോ സങ്കടമോ ഒന്നുമില്ലാതെ എപ്പോഴും നിഷ്കളങ്കമായ ചിരിയോടെ നടക്കുന്ന ബാല്യം, എല്ലാ പരിഗണനയും നൽകുന്ന കാലം. വലുതായാൽ അതെല്ലാം പോകുന്നത് പോലും അറിയില്ല അയാന. എന്നാൽ ഞാൻ അതൊന്നുമല്ല ചിന്തിക്കുന്നേ. എനിക്കിവിടെ വീട്ടിലേക്ക് ചെലവോ ഒന്നുമില്ല. എൻ്റെ ചിലവ് മാത്രമാണ് ഞാൻ പണിയെടുത്തത് കൊണ്ട് നടക്കുന്നത്. അത് തന്നെ എനിക്ക് തികയുന്നില്ലെന്ന് വേണം പറയാൻ. എനിക്ക് ഇപ്പോഴും കിട്ടുന്ന ശമ്പളം തൃപ്തിയല്ല. അപ്പോൾ നീ ഇവിടെ നിനക്ക് കിട്ടുന്നത് കൊണ്ട് ഹാപ്പിയാണ്. നിന്റെ ചെലവ്, വീട്ടുകാരുടെ ചെലവ് എല്ലാം നടത്തുന്നു. എങ്ങനെ സാധിക്കുന്നു ഇതെല്ലാം? മായെ, നമ്മുടെ സാഹചര്യമാണ് നമ്മെ പലതും പഠിപ്പിക്കുന്നത്.
നിനക്ക് എന്ന് വെച്ചാൽ നിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നീ നിന്റേതായ ഇഷ്ടത്തിന് അനുസരിച്ച് ഡ്രസ്സ് വാങ്ങിയും ഫുഡ് കഴിച്ചും അങ്ങനെ അവ തീരും. ബട്ട് എൻ്റേത് നേരെ തല തിരിച്ചുമാണ്. എനിക്ക് വേണ്ടി ഞാനൊന്നും മോഹിക്കുന്നില്ല. എനിക്ക് വേണ്ടി ടൈമോ ഒന്നും തന്നെ ഞാൻ മാറ്റി വെക്കുന്നുമില്ല. ഈ കുടുംബത്തെ പട്ടിണിയില്ലാതെ ഒന്ന് കൊണ്ടുപോകണം. ഇനി എനിക്ക് അപ്പുവിനെ പഠിപ്പിച്ചു നല്ല നിലയിലാക്കണം. പുറത്തെവിടേക്കെങ്കിലും അവനെ പറഞ്ഞു വിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ ഈ വീട്ടിൽ നിന്ന് പഠിച്ചാൽ ഇവിടത്തെ സങ്കടവും സാഹചര്യവും അവൻ്റെ തലയിലുണ്ടാവുക. അതുകൊണ്ട് ഈ വീട് എന്നതിനപ്പുറം ഒരു ലോകമുള്ളത് അവൻ കാണണം. ശേഷം അമ്മയെ പൊന്നുപോലെ നോക്കി ഈ ലോകം അങ്ങ് അവസാനിക്കുന്നത് വരെ അതുവരെ ഞാനിങ്ങനെ ഓടി നടക്കും. നമുക്ക് വേണ്ടി ഒരു ടൈം ആരും ഒരുക്കി തരില്ല. നമുക്ക് വേണ്ട സന്തോഷവും നമ്മുടെ ഇഷ്ടങ്ങളും നാം തന്നെ കണ്ടുപിടിക്കണം. നിനക്ക് വേണ്ടി ഒരു ദിവസം നീ കണ്ടുപിടിക്കണം. അതുപോലെ നിനക്കൊരു ജീവിതവും. അല്ലാതെ അത് ആരെങ്കിലും കൊണ്ടുവന്ന് തരുമോ? ഇതെല്ലാം മായ. എനിക്കൊരു ജീവിതം. അമ്മയെ നോക്കി അങ്ങനെ ജീവിച്ചു തീർക്കണം. ഒരു ദാമ്പത്യ ജീവിതം എന്നത് ഓർക്കാനേ എനിക്ക് കഴിയില്ല മായേ. എന്തു പറയാനാ മായേ? ഉള്ളിൽ ആളിക്കത്തുന്ന തീയാണ്. ഒന്ന് ഉള്ളു തുറക്കാൻ പോലും മടിച്ചു പോകുവാണ് ഞാനിപ്പോൾ. ജീവിതം ഇങ്ങനെയാണ്. നാം ആഗ്രഹിക്കുന്നതും സ്നേഹിക്കുന്നതും ഒന്നും കിട്ടണമെന്നില്ലാതെ കഥകളിൽ പോലുമില്ലാത്ത വലിയ ട്വിസ്റ്റാണ് ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കൂടെയുള്ളവർ നാളെ ഉണ്ടാകുമോ എന്നും അറിയാത്ത അവസ്ഥ. മനസ്സിലെ വേദനകളെല്ലാം എവിടെ കൊണ്ടുപോയി ഒഴിക്കണമെന്ന് പോലും അറിയാതെ പലപ്പോഴും ഞാൻ തളരുന്നുണ്ട്. പക്ഷേ വീട്ടുകാരെ ആലോചിച്ച് പിടിച്ചു നിൽക്കുവാമായേ. അയാനയുടെ ചുമരിൽ കൈവച്ചുകൊണ്ട് വിളിച്ചതും മായേ, ഈ ലോകത്തെ ഒരു നിലക്ക് നോക്കുമ്പോൾ ഞാൻ പേടിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, വെറുക്കുന്നുണ്ട്. അത്രത്തോളമുണ്ട് അയാന. അവൾ അതും പറഞ്ഞു പുയവക്കത്തുള്ള പാറയിലിരുന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് മായയും അവളുടെ അരികിലിരുന്നു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ ആ പുയയിലേക്ക് നോക്കിയിരുന്നു. കുറച്ചു നേരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുയയുടെ ശബ്ദം മാത്രം അവിടെ കേട്ടു. പുയയിലേക്ക് നോക്കിയിരിക്കുന്ന അയാനയെ ഒന്ന് നോക്കിയ ശേഷം, അഭിമന്യു ഇപ്പോൾ നാട്ടിലുണ്ട്. ഇന്നലെ നീ പോയ ഉടനെ കമ്പനിയിലേക്ക് വന്നിരുന്നു. മായ അവളൊന്ന് മോളി. അവന് എന്തൊക്കെയോ മാറ്റമുള്ള പോലെ, എന്തൊക്കെയോ സംസാരിക്കാനുള്ള പോലെ എല്ലാം തോന്നി. ശേഷം അവൻ്റെ ആ അമ്മ എന്ന് പറയുന്ന മേഡമുണ്ടല്ലോ, അവർക്ക് ഞാൻ എന്താ സംസാരിച്ചത് എന്നൊക്കെ അറിയണം. ഞാൻ അവരെ നന്നായി ഇങ്ങോട്ട് പിടിച്ചു. അതിലും അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. മായ പതിയെ അവളുടെ കൈകളിൽ പിടിച്ചതും അയാന അവളുടെ മുഖത്തേക്ക് നോക്കി. അന്ന് ആ സംഭവത്തിന് ശേഷം ഞാൻ നിന്നോട് പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. എന്നാലും ഇപ്പോൾ ചോദിച്ചു പോകുക. എന്താ നിന്റെ മനസ്സിൽ എന്താണെന്ന് നിനക്ക് ചുറ്റുമുള്ള ആർക്കും അറിയില്ല മായ. നമ്മുടെ മനസ്സ് എല്ലാവർക്കും തുറന്നു വായിക്കാനുള്ള ഒരു ഇടമാക്കി നൽകരുത്. നമുക്കും വേണം നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ. അത് ഉള്ളിലൊതുക്കണം. എല്ലാവർക്കും മുമ്പിൽ തുറന്നു കൊടുത്താൽ പന്ത് തട്ടാവുന്ന ഒരു ഹൃദയമായി മാറും അയാന. അവിടെയും ഇവിടെയും തൊടാതെയുള്ള നിന്റെ സംസാരം നിർത്തി ഞാൻ ചോദിച്ചെന്ന് ഒരു മറുപടി താ മായ. അത് കേട്ടതും അയാന അവളുടെ മുഖത്തേക്ക് നോക്കി. അഭിമന്യു എനിക്ക് കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. ഞാനില്ലെങ്കിൽ തന്നെ നല്ല ടെൻഷനിലായിരുന്നു. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ഫോൺ വെച്ചു. അത്രയും പറഞ്ഞു അവൾ മിണ്ടാതെ പുഴയിലേക്ക് നോക്കി നിന്നു. തുടരും. സ്റ്റോറി ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.